തുടങ്ങുന്നത് രാവിലെ തന്നെ തങ്ങളുടെ അമ്മയെ കാണാതെ തപ്പി നടക്കുന്ന ആ മക്കളെ കാണിച്ചുകൊണ്ടാണ്. മക്കളെന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികളൊന്നും അല്ല, കുറച്ച് പ്രായമുള്ള പക്വതയുള്ള മക്കൾ തന്നെയാണ്. പക്ഷെ അവർ വീട്ടിനകത്ത് അമ്മയെ കാണാതെ തപ്പി നടക്കുമ്പോഴേക്കും അല്പം മാറി റോഡിന്റെ ഭാഗത്തായി ബോധം കെട്ടി കിടക്കുന്ന അമ്മയെ കണ്ട് അവർ ആകെ പാനിക് ആവുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് ഇവർ ഓടി ചെല്ലുമ്പോഴേക്കും ഒരു വണ്ടി ചീറിപ്പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. റോഡിന്റെ തറയിൽ ഇവർ കിടക്കുന്നത് ആ വണ്ടിക്കാരൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ അമ്മയുടെ കഥ കഴിഞ്ഞത് തന്നെ. എന്തായാലും ഇവർ ആകെ പേടിക്കുന്നുണ്ടെങ്കിലും അവർ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുമ്പോൾ അവരവിടെ അങ്ങനെ കിടക്കുന്നത് കണ്ട് അവരുടെ തന്നെ വീട്ടിലെ മറ്റു ചിലർ വേഗം പിടിച്ചു മാറ്റുന്നത് കൊണ്ട് ആപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആക്ച്വലി ഈ ഒരു ഇൻസിഡന്റ് നടന്നപ്പോ എല്ലാവരും ആകെ ഷോക്കായി. കാരണം ഇതിനു മുന്നേ ഇത്തരം ഒരു അനർത്ഥം സംഭവിക്കുമെന്ന രീതിയിൽ അവർക്ക് പേടിയുണ്ടായിരുന്നു. അതിന് കാരണം ഇവരുടെ കുടുംബത്തിൽ അല്പം മുന്നേ നടന്ന ഇവരുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മരണമാണ്. അത് മറ്റാരുടെയല്ല, ഈ ലേഡിയുടെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തിന്റെ പേര് വാൻഡോ എന്നാണ്. അദ്ദേഹം സിറ്റിയിൽ പഠിക്കുന്ന മകളുടെ ഗ്രാജുവേഷൻ സെറിമണി അറ്റൻഡ് ചെയ്യാനായി പോകാനായി ഒരുങ്ങാനായി കുളിക്കാനായി അങ്ങനെ ബാത്റൂമിൽ ചെന്ന് കയറിയതാണ്. വാട്ടർ ഹീറ്റർ ഓൺ ആക്കുന്ന ടൈം ഇലക്ട്രിക് ഷോക്ക് അടിച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു. വാൻഡോ മരിച്ച ദിവസം ചൊവ്വാഴ്ചയായിരുന്നു. ഇവരുടെ ഗ്രാമത്തിൽ ഒരു വിശ്വാസമുണ്ട്, കുടുംബത്തിലെ ആരെങ്കിലും ചൊവ്വാഴ്ച ദിവസം മരണപ്പെട്ടാൽ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് അതുമൂലം ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, മറ്റുള്ളവരുടെ നിർഭാഗ്യം അതിനുശേഷം തുടങ്ങും എന്ന രീതിയിലൊക്കെ. അങ്ങനെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിനായി സിറ്റിയിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്ന മകൾ ഗ്രാമത്തിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ സിറ്റിയിൽ ഡോക്ടറായി വർക്ക് ചെയ്യുന്ന മകനും എത്തുന്നു. ചൊവ്വാഴ്ച ദിവസം മരണപ്പെടുന്നത് ചീത്ത കാര്യമാണെന്ന് ആ ഗ്രാമത്തിലുള്ളവർക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ. മരണപ്പെട്ട ആളുടെ ആത്മശാന്തിക്കായി ചില ചടങ്ങുകൾ പ്രത്യേകമായി ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുടുംബത്തിലെ മറ്റൊരാളും കൂടി ഈ മരണം നടന്ന് 5 ദിവസത്തിനുള്ളിൽ മരിക്കുന്നതായിരിക്കും എന്നൊരു പ്രത്യേകതരം വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ഒരു ചടങ്ങ് ചെയ്യണമെന്ന കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ ഈ മരിച്ച വ്യക്തിയുടെ മകനായ സീസയോട് പറയുന്നുണ്ടെങ്കിലും സീസ അതൊന്നും കാര്യമാക്കിയതേയില്ല. ഞാനൊരു ഡോക്ടറാണ്, ഞാൻ യുക്തിക്ക് നിരക്കുന്നതേ ചെയ്യൂ, ഇതുപോലെ അന്ധവിശ്വാസങ്ങളൊന്നും ഫോളോ ചെയ്യാനായി എന്നെ കിട്ടില്ല എന്ന് സീസ പറയുന്നുണ്ടെങ്കിലും ഗ്രാമത്തലവനും സീസയുടെ സഹോദരിയായ നൂറയും കൂടി നിർബന്ധിക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ സീസ അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ ചടങ്ങുകൾ അവർ നടത്തുന്നുണ്ട്. പക്ഷെ ആ ചടങ്ങുകളൊന്നും പ്രോപ്പറായി തന്നെ നടക്കുന്നില്ല. സീസ അതിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, ചടങ്ങിന്റെ ഇടയിൽ പർപ്പസ്ഫുള്ളി അമ്മയെ അതിൽ പങ്കെടുപ്പിക്കാതെ സീസ മാറ്റുന്നുണ്ട്. തുടർന്ന് ബാക്കിയുള്ള മക്കൾ ചേർന്ന ഒരു ചടങ്ങ് എങ്ങനെയൊക്കെയോ നടത്തുന്നുണ്ടെങ്കിലും അത് അതിന്റെ പൂർണ്ണതയിലെത്തിയില്ല എന്ന് തന്നെ പറയാം. അതിന്റെ പരിണിത ഫലമായി അതിനുശേഷം വാൻഡോയുടെ ഭാര്യയ്ക്ക് ആകെപ്പാടെ ഒരു വയ്യാഴികയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. അവർ ഭയങ്കരമായി പൊട്ടിക്കരയുകയും ഭയങ്കരമായി വെപ്രാളപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ മരിച്ച വിഷമാണ് ഇവരെ കാണിക്കുന്നതെന്ന് കരുതി മക്കൾ സമാധാനിപ്പിച്ച ഒരുവിധം മുറിയിലൊക്കെ കൊണ്ട് കിടത്തുന്നുണ്ടെങ്കിലും ഒരു രീതിയിലും അന്ന് ഉറങ്ങാനോ സമാധാനത്തിലൊന്ന് കണ്ണടച്ച് കിടക്കാനോ പോലും സാധിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല അവർ ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം എഴുന്നേൽക്കുന്ന മക്കൾ അമ്മയെ കാണാനായി റൂമിലേക്ക് ചെല്ലുമ്പോൾ അമ്മ റൂമിലില്ലാന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്താണ് ഇതുപോലെ റോഡില് ബോധം കെട്ട് കിടക്കുന്ന അമ്മയെ അവർ കാണുന്നതും തക്ക സമയത്ത് കണ്ടതുകൊണ്ട് മാത്രം അമ്മയെ രക്ഷപ്പെടുത്താനായി കഴിഞ്ഞതും. എന്തെങ്കിലും പിന്നീട് അങ്ങോട്ടും വളരെ അനർത്ഥമായ പല കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിൽ കൂടുതലും വാൻഡോയുടെ വൈഫിനെ തന്നെ ടാർഗറ്റ് ചെയ്തുള്ള ഇൻസിഡൻസ് ആയിരുന്നു. ഇതിലൊക്കെ ഡൗട്ട് തോന്നുന്ന ആ ഒരു വില്ലേജ് ഹെഡ് വാൻഡോയുടെ ഇളയ മകനായ സണ്ണിനോട് നമുക്ക് ഒന്നുകൂടെ ആ ചടങ്ങ് വേണ്ട രീതിയിൽ നന്നായി തന്നെ ഒന്ന് ചെയ്യണം, അതിനെപ്പറ്റി നീ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും ചേട്ടനായ സീസ അതിന് സമ്മതിക്കില്ല. ചേട്ടന് ഈ ചടങ്ങിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് മുന്നേ ഈ ചടങ്ങ് ചെയ്യാന്ന് ഉറപ്പിച്ചപ്പോൾ പോലും അതിന് വേണ്ട ഒരു പിന്തുണ ചേട്ടൻ നൽകാഞ്ഞതെന്ന് ഉറപ്പുള്ള സണ്ണിന് ഇപ്പോഴും ചേട്ടന്റെ തീരുമാനത്തിൽ മാറ്റം വരില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് സണ്ണും അത് വലിയ കാര്യമാക്കുന്നില്ല. പിന്നീട് അങ്ങോട്ടും അമ്മയുടെ പെരുമാറ്റത്തിലൊക്കെ വളരെ വിയേർഡായ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്ന മകൾ ഇതിനെപ്പറ്റി അവളുടെ ബ്രദേഴ്സിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നൂറി പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അച്ഛന്റെ മരണശേഷം സംഭവിച്ച കാര്യങ്ങളാണത്. ഒന്നെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൽ പറയുന്ന കണക്ക് തന്നെ അത് അച്ഛൻ മരിച്ച ദിവസത്തിന്റെ ശാപമായിരിക്കാം, അത് നമ്മുടെ ഫാമിലിയെ വേട്ടയാടുന്നതായിരിക്കാം, അതിന്റെ ഫലമായിരിക്കാം നമ്മൾ അമ്മയിലും ഈ കാണുന്നത്. അല്ലെങ്കിൽ അച്ഛൻ മരിച്ചതിന്റെ ആ ഒരു ഷോക്ക് മാനസികമായി അമ്മയിൽ നിന്ന് വിട്ടുമാറാത്തത് കൊണ്ടാകാമെന്ന്. എന്തായാലും എന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെ അവൾ ഉറപ്പിച്ചു പറയുന്നു. ഈ സമയം സീസ മുന്നത്തെ കണക്ക് തന്നെ ഒരു ചടങ്ങ് ഇനിയും നടത്തുന്നതിനെ പറ്റി തനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നത് പറയുമ്പോൾ സീസ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണെങ്കിലും പഠന സംബന്ധമായി സിറ്റിയിലേക്ക് പോയി ആ രീതിയിൽ അവന്റെ മെന്റാലിറ്റി ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സണ്ണാകട്ടെ സിറ്റിയിലൊന്നും ഇതുവരെ പോയി സ്റ്റേ ചെയ്തിട്ടില്ല. അവന്റെ ലോകം മുഴുവൻ ഈ ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലെ വിശ്വാസവും അവന് വലുതാണ്. മുന്നേ വില്ലേജ് ഹെഡ് ഇത് പറഞ്ഞപ്പോഴും സീസ സമ്മതിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് അതിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും സൺ ഇപ്പൊ അവന്റെ അഭിപ്രായം പറയുന്നുണ്ട്. തീർച്ചയായും ആ ഒരു ചടങ്ങ് വീണ്ടും നടത്തണം എന്ന് തന്നെയാണ് തനിക്ക് പറയാനുള്ളതെന്ന്. പക്ഷെ സീസ അതിന് സമ്മതിക്കുന്നേ ഇല്ല. നിങ്ങൾ ഈ പറയുന്ന ഗ്രാമത്തിലെ ആചാരമോ അച്ഛൻ മരിച്ച ദിവസമായിട്ടൊന്നും അമ്മ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. അച്ഛൻ മരിച്ച ഷോക്ക് കാരണം അമ്മ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നതാ, അല്ലാതെ അതില് വേറെ ചിന്തിച്ചു കൂട്ടാനായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്ന സീസ ആകട്ടെ ഇപ്പോൾ അച്ഛന്റെ സ്ഥാനത്ത് ഈ വീട്ടില് തീരുമാനം എടുക്കേണ്ടത് ഞാനാ, ഞാൻ പറയുന്നത് എല്ലാരും കേട്ടാ മതി. എന്തായാലും അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ചടങ്ങും ഇവിടെ ആരും ചെയ്യണ്ട, അതിന്റെ ആവശ്യമില്ലാന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ വാൻഡോയുടെ മരണത്തിന്റെ അവസാന ചടങ്ങും കൂടി പൂർത്തിയാക്കിയ ശേഷം സിറ്റിയിലേക്ക് മടങ്ങി പോകാനായി സീസ പ്ലാൻ ചെയ്യുന്നു. വീട്ടിലിപ്പോ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല എന്ന രീതിക്ക് അങ്ങനെ അയാൾ പോകാനായി നിൽക്കുന്ന ആ ദിവസം രാത്രിയാണ് അപ്രതീക്ഷിതമായി വാൻഡോയുടെ വൈഫ് മരണപ്പെടുന്നത്. അവർ കാണിച്ചിരുന്ന ഒരു വിഭ്രാന്തിയൊക്കെ മാറി കുറച്ച് ഓക്കെ ആയി വരികയായിരുന്നു. ആ സമയത്താണ് പ്രാർത്ഥിക്കാനായി തനിയെ ഒരു മുറിയിലേക്ക് പോകുന്നവർ വളരെ സ്ട്രെയിഞ്ച് ആയി തനിക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്ന കണക്ക് അനുഭവപ്പെട്ടത്. മുറിയിൽ ഓണാക്കിയിട്ടിരുന്ന ഫാൻ വല്ലാണ്ട് ശക്തിയിൽ കറങ്ങുന്നുണ്ട്. മുറിയുടെ ജനാല വലിയ ശബ്ദത്തോടെ
ശബ്ദത്തോടെ തനിയെ തുറന്നു വരുന്നു. അങ്ങനെ ആകെ മൊത്തത്തില് എന്താണ് ഈ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല. ഒരു പേടിപ്പെടുത്തുന്ന രൂപം തനിയെ തുറന്ന ജനാല അടയ്ക്കാനായി പോയ അവരെ പേടിപ്പിക്കുന്നുണ്ട്. തുടർന്ന് പേടിച്ച് പുറകോട്ട് ആഞ്ഞു വീഴുന്ന അവരെ തലയ്ക്ക് മുകളിൽ കറങ്ങി നിന്ന ആ ഒരു ഫാൻ നിയന്ത്രണം വിട്ട് താഴേക്ക് വന്ന് പതിച്ച് ശരീരം ചിതറിച്ച് കൊല്ലുകയായിരുന്നു. എന്തായാലും അമ്മയുടെ മരണം മക്കളെ വീണ്ടും തകർക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ മരണം സ്വാഭാവികമായ ഒന്നായിട്ട് മാത്രമേ സീസയ്ക്ക് തോന്നുള്ളൂ. വില്ലേജ് ഹെഡ് വീണ്ടും സണ്ണിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചടങ്ങുകൾ ചെയ്യാത്തത് കൊണ്ടതേ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ല അടുത്ത മരണം കുടുംബത്തിൽ നടന്നത്. ഇനിയെങ്കിലും കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് സൺ അങ്ങനെ പിന്നീട് ആ ഒരു കാര്യത്തെ പറ്റി സീസയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ സീസ അപ്പോഴും അതിനെ എതിർക്കുന്നത് കൊണ്ട് തന്നെ അവർക്കിടയിൽ അത് വലിയ വാക്കേറ്റമായി മാറുന്നു. അങ്ങനെ വഴക്കിട്ട് സീസ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് നിന്ന് പുക വലിച്ചുകൊണ്ട് നിൽക്കുന്ന സീസ പെട്ടെന്ന് തന്നെ ആരോ വിളിക്കുന്ന കണക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കാണുന്നത് ചോരയെ കുളിച്ച് നിൽക്കുന്ന അമ്മയുടെ രൂപത്തെയാണ്. അവൻ ആകെപ്പാടെ പേടിക്കുന്നു. വേഗം വണ്ടിയുമായി അവിടെ നിന്ന് സ്ഥലമിടുന്ന സീസ റൂമിലേക്ക് വന്ന് ഇപ്പൊ താൻ കണ്ടത് തന്റെ മനസ്സിന്റെ ഒരു തോന്നലായിരിക്കോ അതോ റിയലായി അങ്ങനെയൊന്നും അവിടെ ഉണ്ടായിരുന്നോ എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. എന്തായാലും തനിക്ക് ഇന്ന് ഉറങ്ങാൻ സാധിക്കില്ല എന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ ഉറക്ക ഗുളികയെ ആശ്രയിച്ചാണ് സീസ അന്ന് ഉറങ്ങുന്നത്. അപ്പോഴേക്കും സൺ നൂറിയോട് സീസയെ ആശ്രയിച്ചിരുന്നിട്ട് ഇനി കാര്യമില്ല, ഇനി എന്തെങ്കിലും സംഭവിക്കും മുന്നേ നമ്മളായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഉറപ്പിച്ച് അമ്മയുടെ ഫ്യൂണറലിന് ശേഷം വില്ലേജ് ഹെഡ് വഴി കിട്ടിയ ഒരു അഡ്രസ് അന്വേഷിച്ച് നൂറിയുമായി സൺ പുറപ്പെടുന്നു. അതൊരു ഷാമിന്റെ അഡ്രസ് ആണ്. ആൾക്ക് മാത്രമേ ഇനി ചെയ്യേണ്ട ചടങ്ങുകളൊക്കെ ചെയ്ത് തങ്ങളെ സഹായിക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഇതവർ സീസയോട് പറയാതെയാണ് പോയിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം അല്പം വൈകിയാണ് ആ ഉറക്ക ഗുളിക കഴിച്ച് കിടന്നിട്ടുണ്ടായിരുന്ന സീസ ഉറക്കമുണ്ടായിരുന്നത്. അപ്പോ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അനിയനും അനിയത്തിയും സീസയുടെ ഒരു വാക്ക് പോലും പറയാതെ ഷ്യാമിനെ കാണാനായി പോയിരിക്കുകയല്ല. കഴിഞ്ഞ ദിവസത്തെ കണക്ക് തന്നെ ആരോ വിളിക്കുന്ന കണക്ക് അവന് തോന്നുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ തന്റെ അമ്മയുടെ ശബ്ദമാണെന്ന് മനസ്സിലാക്കി ഒരു നിമിഷം അമ്മ മരണപ്പെട്ടതാണല്ലോ എന്ന ഒരു കാര്യം പോലും മറന്ന് ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് പോകുന്ന അവൻ കതകിന്റെ പിന്നിൽ മറിഞ്ഞു നിൽക്കുന്ന അമ്മയുടെ പ്രേത രൂപത്തെ അപ്പോ കണ്ടിരുന്നില്ല. അപ്പോഴേക്കും അവരാകട്ടെ ആ ഷ്യാമിന്റെ അടുത്ത് എത്തുന്നുണ്ട്. അതൊരു ലേഡിയാണ്. ആ ലേഡിയെ കണ്ടാൽ തന്നെ വളരെയേറെ പേടി തോന്നും. ഒരു കണ്ണൊന്നും ഇല്ലാതെ വളരെ ഗൗരവമേറിയ വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു അവർ ഇവരെ വരവേൽക്കുന്നത് തന്നെ. എന്തായാലും ഇവരുടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്ന ആ ഷ്യാമൻ ഇവരുടെ കുടുംബത്തിന് വലിയ ആപത്ത് തന്നെയാണ് മുന്നോട്ട് നേരിടാനായി ഉള്ളതെന്ന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അമ്മയുടെ ശബ്ദം കേട്ട് ആ മുറിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്ന സീസയ്ക്ക് വല്ലാതെ തണുക്കുന്നുണ്ട്. ഓൾറെഡി സ്വെറ്റർ ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നതെങ്കിലും ആ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഇനി തണുപ്പ് മാറ്റാനുള്ള വല്ലതും ആ മുറിയിലുണ്ടോ എന്ന് പരതുന്നതിന്റെ ഇടയിലാണ് കട്ടിലിന്റെ അടിയിൽ നിന്ന് സ്വെറ്റർ തപ്പാനായി പോയ സീസയ്ക്ക് അവിടെ പെട്ടികൾക്കിടയിൽ നിന്ന് ഒരു പൊതി കിട്ടുന്നത്. ആ പൊതി തുറക്കുമ്പോൾ അത് എന്താ ഏതാണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിലും എന്തോ വിചിത്രമായി തോന്നുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഫോട്ടോ എടുത്ത് നോറയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ ടീം അവിടുത്തെ ജനാല തനിയെ വലിയ ശബ്ദത്തോടെ തുറന്നു വരികയും അങ്ങോട്ടേക്ക് എത്തി നോക്കുന്ന സീസ തന്റെ അച്ഛൻ ഓടിപ്പോകുന്ന കണക്ക് ഒരു കാഴ്ച കാണുകയും ചെയ്യുന്നുണ്ട്. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എന്താണത് അല്ലെങ്കിൽ ആരാണത് എന്നൊന്നും കാണാനായി അവൻ അതിനെ ഫോളോ ചെയ്യുന്നു. പക്ഷെ പിന്നീട് സെസെ വീട്ടിൽ കാണുന്നില്ല എന്ന കാര്യം അറിഞ്ഞ് നോറിയും സണ്ണും വേഗം തന്നെ ഷ്യാമിന്റെ അടുത്ത് നിന്ന് അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ അവരും ഗ്രാമത്തലവനും മറ്റു ഗ്രാമവാസികളും കൂടി അവിടെ എല്ലാം തന്നെ സീസയെ അന്വേഷിച്ച് നടക്കുന്നു. സീസ അപ്പോഴേക്കും തന്റെ അച്ഛൻ്റെതെന്ന് തോന്നിയ ആ ഒരു രൂപത്തെ പിന്തുടർന്ന് ഒരു കാട് പിടിച്ച ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വളരെ വിചിത്രമായ പല കാര്യങ്ങളും അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും പതറാതെ മുന്നോട്ട് പോകുന്ന ആൾ അവിടെ ഒരു കാട്ടുപന്നിയെ പിടിക്കാനായി വെച്ചിരുന്ന കുരുക്കില് ചെന്ന് പെടുകയും കാല് സാരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ടെങ്കിലും ഒരു ഡോക്ടറാണല്ലോ, അതുകൊണ്ട് തന്നെ സ്വയം കൺട്രോൾ ചെയ്ത് ചോരയൊന്നും കണ്ടും ഭയപ്പെടാതെ ആ വേദനയൊക്കെ സഹിച്ച് ആ ട്രാപ്പിൽ നിന്ന് പുറത്തു കടക്കാനും ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്ന് കുറച്ചു കീറി ആ ഒരു മുറിവ് കെട്ടാനും സീസയ്ക്ക് സാധിക്കുന്നു. ഒരു ഭാഗത്ത് സീസയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുമ്പോഴേക്കും സീസ ആയിട്ട് ഒരുവിധം ആ വയ്യാത്ത കാലം കൊണ്ട് അവിടെ നിന്ന് പതിയെ പുറത്തു കടക്കുകയും അടുത്തുള്ള ഒരു ക്ലിനിക്കിന്റെ വാതിക്കൽ വരെ എത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ആരെയും കാണാതെ സ്വന്തമായി തനിക്കുള്ള ആ ഒരു അറിവ് കൊണ്ട് സ്വയം മരുന്ന് വെക്കാമെന്ന് കരുതി സീസ മരുന്നൊക്കെ തപ്പുന്നുണ്ടെങ്കിലും തണുപ്പ് സഹിക്കാനേ വയ്യ. വല്ലാതെ തണുക്കുന്ന അയാൾ അവിടെ കണ്ട ഒരു സ്ട്രക്ചറിൽ കിട്ടിയ ഒരു തുണിയും പുതച്ച് കയറി കിടക്കുന്നുണ്ട്. അങ്ങനെ വല്ലാതെ വേദനയും ക്ഷീണവും കൊണ്ട് ആരും സഹായിക്കാൻ ഇവിടെ ഇല്ലല്ലോ, രാത്രി ആയതുകൊണ്ട് എല്ലാവരും ക്ലിനിക്ക് പൂട്ടി പോയോ എന്നുള്ള ആ ഒരു ചിന്തയില് പതിയെ മയങ്ങി പോകുന്ന സീസയ്ക്ക് പിന്നീട് ആരോ തന്നെ എവിടേക്കോ ഉരുട്ടിക്കൊണ്ടു പോകുന്ന കണക്ക് തോന്നുന്നുണ്ട്. ആൾ കണ്ണു തുറക്കുമ്പോഴേക്കും തന്നൊരു മോർച്ചറിയിലാണ് കിടക്കുന്നതെന്ന് സീസയ്ക്ക് മനസ്സിലാവുന്നു. ഞാനെങ്ങനെ മോർച്ചറിയിലെത്തി, ആരെന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയെന്ന് ആകെ പേടിച്ച് ചാടിപ്പടഞ്ഞ് എണ്ണീക്കാനായി ഒരുങ്ങുമ്പോഴേക്കും സീസയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന മറ്റു മൃതദേഹങ്ങളും ചലിക്കുന്നുണ്ട്. വേഗം തന്നെ വളരെ പേടിയോടെ അവിടെ നിന്ന് എഴുന്നേൽക്കാനായി ശ്രമിക്കുന്ന സീസയ്ക്ക് തലേക്കൂടി പല ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. ആക്ച്വലി ഇത് തന്റെ തോന്നലാണോ അതോ ഇത് റിയലായി നടക്കുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പരിഭ്രമത്തിൽ എണ്ണിക്കുന്ന അയാൾ ബാലൻസ് തെറ്റി വീഴുകയും തല മൂർച്ചേറിയ ഒരു വസ്തുവില് തട്ടി അത് തലയ്ക്കകത്ത് തുളഞ്ഞു കയറി തൽക്ഷണം സീസ മരിക്കുകയും ചെയ്യുന്നു. അപ്പോഴും സീസ മരിച്ച കാര്യങ്ങൾ അറിയാതെ അയാൾക്ക് വേണ്ടി അവിടെ അനിയനും അനിയത്തിയും വില്ലേജ് ഹെഡും മറ്റുള്ളവരും ഒക്കെ ചേർന്ന് അവിടെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ തെരച്ചിലിനിടയിൽ ഏറെ വൈകിയാണ് അവർ സീസ മരിച്ചു എന്ന ഒരു വാർത്ത അറിയുന്നത്. അത് അവരെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ് ആയ ഒരു കാര്യമായിരുന്നു. 5 ദിവസം, ആ 5 ദിവസത്തിന്റെ ഇടയിൽ ആ കുടുംബത്തിലെ 3 പേരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അച്ഛനെയും അമ്മയും മൂത്ത സഹോദരനെയുമാണ് ഇവർക്ക് നഷ്ടമായിരിക്കുന്നത്. ഇനി അടുത്തതായി ആരായിരിക്കും മരിക്കുക? ഈ കുടുംബത്തില് വലിയൊരു ശാപമുണ്ട്, വലിയ ആപത്താണ് കുടുംബത്തെ കാത്തിരിക്കുന്നതെന്ന് ശ്യാമൻ പറഞ്ഞതും വീട്ടിൽ നടക്കുന്ന ഈ കാര്യങ്ങളും ഒക്കെ ഓർത്ത്
പേടിയാവുന്ന നോറി അപ്പോഴാണ് സീസ അയച്ച ആ ഒരു ഫോട്ടോയുടെ കാര്യം ഓർക്കുന്നത് തന്നെ. ആ ഫോട്ടോയിലുള്ള വസ്തു എന്താണെന്ന് അറിയാനായി വീട് മുഴുവൻ അതിനായി പരതുന്ന നോറി അത് കണ്ടെത്തുന്നുണ്ട്. അവൾക്കത് കിട്ടുന്നത് അവളുടെ കട്ടിലിന്റെ അടിയിൽ നിന്നാണ്. തുടർന്ന് വേഗം അതുമായി ശ്യാമന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ട ചടങ്ങുകൾ ചെയ്തില്ലെങ്കിൽ ഇവരുടെ ജീവനും ആപത്താണ് എന്ന് ശ്യാമൻ പറയുമ്പോൾ എന്ത് ചടങ്ങ് ചെയ്യാനും ഇപ്പോ നേരിടുന്ന ഈ അനുഭവങ്ങൾ കൊണ്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്ന അവർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. ആ ചടങ്ങിന് വേണ്ടി ഇവരുടെ രണ്ടുപേരുടെയും രക്തം ശേഖരിക്കുകയും ഇവരെ കഴുത്തിന്റെ ആ ഭാഗം വരെ മണ്ണില് കുഴിച്ചു നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ ഭയങ്കരമായ മഴയും കാറ്റും എല്ലാം ആ ചടങ്ങിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവിടെ വന്നു പോകുന്നുണ്ടെങ്കിലും ചടങ്ങ് മുന്നോട്ട് തന്നെ പോകുന്നു. അങ്ങനെ ഇവിടെ ചടങ്ങ് പുരോഗമിക്കുന്ന ഈ ഒരു സമയം അതിന്റെ പരിണിത ഫലം അനുഭവപ്പെടുന്നത് വാൻഡോയുടെ സഹോദരന്റെ ശരീരത്താണ്. ആൾ അവിടെ മാരകമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒപ്പം ആളുടെ മകളും. ഇതേ സമയം തന്നെ ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഭീകരമായ ആ ഒരു രൂപത്തെ നോറി കാണുന്നുണ്ട്. ഈ രൂപമാണ് അവരുടെ കുടുംബത്തെ പിന്തുടർന്നിരുന്ന ശാപം. ഈ ഒരു ശാപം അങ്ങനെ ചുമ്മാ വന്നതല്ല. അവരുടെ കുടുംബത്തിന് ദുർമന്ത്രവാദത്തിലൂടെ ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെ നൽകിയ ഒരു വലിയ ശാപമായിരുന്നു അത്. എന്തായാലും ആ ഒരു രൂപത്തെ കണ്ട് പേടിച്ച് നോറി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുവിധം അവളെ കൺവിൻസ് ചെയ്ത് മനസ്സിന് ധൈര്യം കൊടുത്ത് ആ ഒരു ചടങ്ങിനെ തിരിച്ചു കൊണ്ടുവന്നിരുത്തി ആ ചടങ്ങ് പൂർത്തീകരിക്കാനായി ആ ശ്യാമന് സാധിക്കുന്നു. അങ്ങനെ ഇവിടെ ആ ചടങ്ങ് പൂർവാധിക ശക്തിയോടെ അവർ ചെയ്തു തീർക്കുമ്പോഴേക്കും മുന്നേ നമ്മൾ കണ്ട ഇവരുടെ അങ്കിളായ ഇവരുടെ അച്ഛന്റെ സഹോദരനായ അയാൾ അവിടെ മരിച്ചു വീഴുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചടങ്ങിന് ശേഷം നോറിയും സണ്ണും ഒരു പോറില് പോലും ഏൽക്കാതെ അങ്ങനെ ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് അവർക്ക് നടന്നത് എന്താണെന്ന് മനസ്സിലാവുന്നത്. മറ്റൊന്നുമല്ല, അവരുടെ അച്ഛന്റെ സഹോദരൻ ജോലിക്കൊന്നും പോകാൻ സാധിക്കാതെ അച്ഛന്റെ കീഴിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. ആൾക്കൊരു മകളുണ്ടായിരുന്നു. ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് നോറിയുടെയും സണ്ണിന്റെയും ഒക്കെ അച്ഛനായിരുന്നു. ആളുടെ മകളെ പോലും ഇവരുടെ വീട്ടിൽ നിർത്തിയാണ് പഠിപ്പിച്ചിരുന്നത്. പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മാത്രമേ ആ പെൺകുട്ടിക്ക് നൽകിയിരുന്നുള്ളൂ. പിന്നീട് അവളെ മുൻപോട്ട് പഠിക്കാനൊന്നും വിടാതെ അവളെ ഒരു വീട്ടുജോലിക്കാരിയെ കണക്ക് മാറ്റുകയായിരുന്നു. സ്വന്തം അച്ഛനായിരുന്നിട്ട് പോലും അവളെ പഠിപ്പിക്കാനുള്ള കഴിവോ സാമ്പത്തികമോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ അച്ഛന് മകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ അത് ചെയ്യണമെന്ന് ഇവരോട് ഡിമാൻഡ് ചെയ്യാനോ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നില്ല. തന്നെ ഇവിടെ ഒരു ജോലിക്കാരിയെ കണക്ക് മാറ്റി തന്റെ അങ്കിൾ ആളുടെ മക്കളെയൊക്കെ സിറ്റിയിൽ വിട്ട് പഠിപ്പിക്കുന്നു. ഒരാൾ സിറ്റിയിലെ ഡോക്ടർ, മറ്റൊരാള് സിറ്റിയിൽ ഗ്രാജുവേഷൻ കഴിയാറായിരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ മകനായ സണ്ണാകട്ടെ സിറ്റിയിൽ പഠനമൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അവൻ ഗ്രാമത്തിൽ ഇവരുടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നോക്കി നടത്താൻ പ്രാപ്തനായി മാറുന്നു. അങ്ങനെ ഇവരുടെ ഫാമിലി വളരെ നല്ല രീതിയിൽ പോകുന്നു. താൻ മാത്രം ഒന്നുമല്ല എന്ന ഒരു സങ്കടം ഉള്ളിലുള്ള അവൾ തന്റെ അച്ഛനോട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. മകൾക്ക് തന്റെ കഴിവുകേട് മൂലം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണുള്ളതെന്ന് മനസ്സിലാക്കുന്ന ആ അച്ഛൻ അവൾ ആവശ്യപ്പെടുന്ന കണക്ക് ഇപ്പോൾ അവൾക്കൊന്നും ചെയ്തു കൊടുക്കാനുള്ള പാങ്ങ് തനിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആകെ നിസ്സഹായനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്റെ സഹോദരൻ തനിക്ക് വേണ്ടതൊന്നും ചെയ്തു തരുന്നില്ലല്ലോ, ആൾക്കെല്ലാം ഉണ്ടായിട്ടും താൻ ആളുടെ കൂടെ നിന്ന് ആൾ പറയുന്ന പോലെ ഒരു അടിമയെ കണക്കെല്ലാം ചെയ്തു കൊടുത്തിട്ട് തനിക്കൊന്നും തിരിച്ച് ചെയ്തു തരുന്നില്ലല്ലോ എന്ന ആ ഒരു വൈരാഗ്യം ഉള്ളിൽ കയറി ആ ഒരു കുടുംബം മൊത്തത്തിൽ നശിച്ചു കാണാനേ ദുർമന്ത്രവാദത്തെ ആശ്രയിക്കായിരുന്നു. ഈ ദുർമന്ത്രവാദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഒരാൾ മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഫാമിലിയിലേക്ക് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ഒരു ആളോ ആ കുടുംബമോ മൊത്തത്തിൽ നശിക്കുകയാണ്. അല്ലാതെ ആ ദുർമന്ത്രവാദം വഴി ആവാഹിച്ചെടുക്കുന്ന ആ ഒരു ശക്തി അതിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആരാണോ അതിനെ ഈ ഒരു കാര്യത്തിലേക്ക് വിളിച്ചു വരുത്തിയത് അയാളെ തന്നെ ഉന്മൂലനം ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് നോറിയും സണ്ണും ആ ഒരു ശ്യാമനെ ചെന്ന് കണ്ട ആ ഒരു ദുർമന്ത്രവാദത്തിന്റെ ശക്തി അവസാനിപ്പിക്കാനായി നോക്കി ആ ചടങ്ങുകൾ ചെയ്തപ്പോ അങ്ങനെ ആ ചടങ്ങുകൾ സക്സസ് ആയി മുന്നോട്ട് പോയതിന്റെ സൈഡ് എഫക്റ്റില് അവരുടെ കുടുംബത്തിന്റെ മേൽ ആ ഒരു ശാപം കാസ്റ്റ് ചെയ്ത അവരുടെ അങ്കിളിന് തന്നെ ജീവൻ നഷ്ടപ്പെട്ടത്. കാരണം ആളാണല്ലോ ഈ ഒരു ശാപം അവരിൽ കാസ്റ്റ് ചെയ്തത്. എന്തായാലും ഇവരൊക്കെ കരുതി കണക്ക് ജസ്റ്റ് ഒരു ഇലക്ട്രിക് ഷോക്ക് ചെയ്തിട്ടുള്ള സാധാരണ ഒരു മരണമായിരുന്നില്ല വാൻഡോയുടേത്. വാൻഡോയുടെ സഹോദരനും സഹോദരന്റെ മകളും കൂടി ചേർന്ന് വെച്ച ദുർമന്ത്രവാദത്തിന്റെ ഫലമായിട്ടാണ് വാൻഡോ മരിച്ചത്. അതിനുശേഷം അതേ ദുർമന്ത്രവാദം തന്നെയാണ് വാൻഡോയുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും വേട്ടയാടിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഗ്രാമത്തിലുള്ളവരുടെ ആ ഒരു വിശ്വാസം കണക്ക് ആ ഒരു ചൊവ്വാഴ്ച ദിവസത്തിന്റെ ഒരു മരിച്ച പ്രത്യേകത കൊണ്ട് മാത്രമായിരുന്നില്ല തുടർന്നുള്ള മരണങ്ങൾ നടന്നത്. എന്തായാലും ആ കുടുംബത്തിലെ 3 പേരുടെ ജീവൻ ആ ഒരു ദുർമന്ത്രവാദം കാരണം നഷ്ടമായെങ്കിലും അതിന് കാരണക്കാരായ ആ സഹോദരന്റെയും മകളുടെയും ജീവനും കൂടി അവിടെ നഷ്ടമായിരിക്കുന്നു. ആ കുടുംബത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് നോറിയും സണ്ണും മാത്രമാണ്. ചൊവ്വാഴ്ച ദിവസം മരണപ്പെട്ട ആ ഒരു ശാപം കുടുംബത്തെ വേട്ടയാടുന്നു എന്ന ഒരു കാര്യം കൊണ്ടാണ് ഇവർ ആ ശ്യാമന്റെ അടുത്തേക്ക് വില്ലേജ് ഹെഡിന്റെ വാക്കുകൾ കേട്ട് ചെന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും അവർക്ക് ആ കുടുംബത്തിൽ നടന്ന അനർത്ഥങ്ങൾ തന്റെ അങ്കിളുടെയും കസിന്റെയും പ്രവൃത്തികൾ മൂലം ഉണ്ടായ കാര്യമാണെന്ന് മനസ്സിലാക്കി സ്വന്തം ജീവനെങ്കിലും രക്ഷപ്പെടുത്താനായി സാധിച്ചത്. എന്തായാലും വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന കണക്ക് തന്നെ ദുർമന്ത്രവാദം മൂലം മറ്റൊരു കുടുംബം തകർക്കാനായി വൈരാഗ്യമൊത്ത് ഇതൊക്കെ ചെയ്ത് അവർക്കും ഒടുക്കം ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നേരിടേണ്ടി വന്നത് വലിയ നഷ്ടങ്ങളാണെങ്കിലും മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. അങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന നോറയും സണ്ണിനെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ കഥ ഇവിടെ അവസാനിക്കുന്നത്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.